നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്നതോടെ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി കർണാടക. ദക്ഷിണ കന്നഡയിൽ മാത്രം 5ഇടങ്ങളിൽ പരിശോധനാ കേന്ദ്രങ്ങൾ. കാസർഗോഡ് മൈലാട്ടിയിൽ KSRTC ബസ് സ്കൂൾ ബസ്സിലിടിച്ചു. അപകടമുണ്ടായത് സ്വകാര്യ ബസ്സുമായുള്ള മത്സരയോട്ടത്തിനിടെ. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. 6 പേർക്ക് ചെർക്കളം അബ്ദുള്ള മെമ്മോറിയൽ പ്രസ്റ്റീജിയസ് ലീഡർഷിപ്പ് അവാർഡുകൾ നൽകും. പരിഗണിക്കുക സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നേതൃപാടവം പ്രകടമാക്കിയവരെ. ചുവട് വെച്ച് ആടിപ്പാടി ക്രിസ്മസ് പാപ്പാമാർ. ആഘോഷമായി കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിന്റെ ക്രിസ്തുമസ് സന്ദേശയാത്ര. പാണത്തൂർ പാറക്കടവ് റാണിപുരം റോഡ് നിർമ്മാണം വൈകുന്നു. യാത്രാ ദുരിതം പേറി പാറക്കടവ് കോളനിയിലെ 150ഓളം വരുന്ന SC/ST കുടുംബങ്ങൾ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്നതോടെ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി കർണാടക. ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രം 5ഇടങ്ങളിലായി പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ಹೆಚ್ಚಾಗುತ್ತಿರುವ ಸಂದರ್ಭದಲ್ಲಿ ಸಾರ್ವಜನಿಕರಿಗೆ ಈ ಕೆಳಗಿನ ಮುಂಜಾಗ್ರತಾ ಕ್ರಮಗಳನ್ನು ಪಾಲಿಸುವಂತೆ ಕೋರಲಾಗಿದೆ. കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നതിനെ തുടർന്നും ഒമിക്രോൺ വകഭേദമായ JN.1 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡ ജില്ലയുടെ 5ഇടങ്ങളിൽ പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. തലപ്പാടി ബണ്ട്വാളിലെ സാറടുക്ക, പുത്തൂരിലെ സ്വർഗ, സുള്യപദവ്, സുള്യ ജാൽസൂർ എന്നിവിടങ്ങളിലാണ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. ഇവിടങ്ങളിലെല്ലാം ആരോഗ്യവകുപ്പ് ജീവനക്കാരെ നിയമിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ദക്ഷിണ കന്നഡയിൽ ഇതുവരെ ഒമിക്രോൺ JN.1 റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജില്ലാ ആരോഗ്യ ഓഫീസർ ഡോക്ടർ HR തമ്മയ്യ പറഞ്ഞു. രോഗത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ജില്ലയിൽ നിലവിൽ സജ്ജമാണ്. മംഗളൂരുവിലെ ഗവൺമെന്റ് വെൻലോക്ക് ആശുപത്രിയിൽ ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണം കണ്ടാൽ ഉടൻ പരിശോധന നടത്തണമെന്ന് സ്ഥാപന അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ KSRTC സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മൈലാട്ടിയിൽ മത്സരയോട്ടത്തിനിടെ KSRTC ബസ് സ്കൂൾ ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ തല നാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. പൊയിനാച്ചി മൈലാട്ടി ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുമായി മത്സരിച്ചോടുന്നതിനിടയിൽ KSRTC ബസ് സ്കൂൾ ബസ്സിലിടിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു അപകടം. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപികയ്ക്കും KSRTC ബസ്സിലെ 2 യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടൗൺ ടു ടൗൺ KSRTC ബസ്സും ദുബായ് എന്ന സ്വകാര്യ ബസ്സുമാണ് മത്സരിച്ചോടിയത്. പൊയിനാച്ചി സ്റ്റോപ്പ് പിന്നിട്ട ഉടനെ 2 ബസ്സുകളും ഒരേ വേഗത്തിൽ മത്സരിച്ചോടുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന 6 പാതയുടെ തുറന്നുകൊടുത്ത ഇടതുഭാഗം വഴിയെത്തിയ KSRTC ബസ് മൈലാട്ടി ടെക്സ്റ്റൈൽ മിൽ സ്റ്റോപ്പിന് സമീപം കുട്ടികളെ ഇറക്കുകയായിരുന്ന ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സിലാണ് ഇടിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥികളും അധ്യാപകരും ചെങ്കളയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. പരീക്ഷയായതിനാൽ സ്കൂൾ ബസ്സിൽ 25-ൽ താഴെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിന്റെ പിറകുവശത്തെ സീറ്റിൽ കുട്ടികൾ കുറവായതും ദുരന്തമൊഴിവാക്കി. അപകടത്തിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് ഡ്രൈവർ പാണ്ടി കാട്ടിപ്പാറയിലെ അശോകന്റെ പരാതിയിൽ KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. 142 പ്രതിപക്ഷ MPമാരെ പാർലമെന്റിലെ 2 സഭകളിലും സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സദസ്സ് സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് 142 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തതെന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമാണ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് DCC ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച സദസ്സ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. നേരെ മറിച്ച് ആ പാസ് കൊടുത്തിരുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP ആയിരുന്നെങ്കിൽ, ഇന്ത്യ മുന്നണിയുടെ ഒരു MP ആയിരുന്നെങ്കിൽ, അതുമല്ല അതൊരു മുസ്ലിം MP ആയിരുന്നെങ്കിൽ
ഈ രാജ്യം ആളിക്കത്തുമായിരുന്നു. പാർലമെന്റ് മാത്രമല്ല, രാജ്യത്തിനകത്ത് പാകിസ്ഥാൻ ബന്ധം ആരോപിക്കും, ദേശദ്രോഹം ആരംഭിക്കും, രാജ്യദ്രോഹം ആരോപിച്ച് നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ ഗവൺമെൻറ് തയ്യാറാകുമായിരുന്നു. അപ്പോൾ ഒരു കാലത്തും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള കാരണക്കാര് BJP തന്നെയാണ്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലയുടെ സംഘടനാ ചാർജുള്ള KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, മുൻ DCC പ്രസിഡന്റുമാരായ KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, UDF കൺവീനർ A ഗോവിന്ദൻ നായർ, K നീലകണ്ഠൻ, DCC അംഗങ്ങൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മറ്റ് നേതാക്കൾ തുടങ്ങി നിരവധി പേർ ജനാധിപത്യ സംരക്ഷണ സദസ്സിൽ പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കുമാർ പള്ളയിൽ വീട് സ്വാഗതവും സുന്ദര ആരിക്കാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചുവട് വെച്ച് ആടിപ്പാടി ക്രിസ്തുമസ് പാപ്പാമാർ ആഘോഷമായി കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫൊറോന ദേവാലയത്തിൻ്റെ ക്രിസ്തുമസ് സന്ദേശയാത്ര. വിശുദ്ധിയുടെ പുണ്യവുമായി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ദിനമാണ് ക്രിസ്മസ്. തിന്മയെ മറികടന്ന നന്മ ജയിക്കാൻ സ്വന്തം ജീവൻ വില നൽകേണ്ടി വന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ഒത്തുചേരലുകളുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങളാണിത്. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും ലൈറ്റുകളുമായി സന്തോഷത്തിന്റെയും നന്മയുടെയും നാളുകൾ. ക്രിസ്മസിന്റെ വരവറിയിച്ച് കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തിയ ക്രിസ്മസ് സന്ദേശയാത്ര ആഘോഷമായി. ക്രിസ്മസ് പാപ്പമാർ നഗരവീഥികളിൽ ചുവടുവെച്ച് ആടിപ്പാടി. അലങ്കരിച്ച പുൽക്കൂടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് സന്ദേശയാത്ര നടത്തിയത്. ഇടവക വികാരിയും തലശ്ശേരി അതിരൂപത വികാരി ജനറലുമായ മോൻസിഞ്ഞൂർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ ക്രിസ്മസ് സന്ദേശം നൽകി യാത്രയ്ക്ക് ആത്മീയ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ വയലുങ്കൽ ക്രിസ്മസ് ഗാനാലാപനം നടത്തി. ഇടവകയുടെ കോർഡിനേറ്റർ വിക്ടർ കോടിമറ്റം, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, കരോൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത സന്ദേശയാത്ര നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രവണ സഹായികളുടെ ഓൺലൈൻ വഴിയുള്ള പരസ്യങ്ങളും വിൽപ്പനയും നിരോധിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണർ ഉത്തരവിട്ടതായി ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈൻ വഴി നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങി വഞ്ചിക്കപ്പെട്ടവർ നിരവധിയാണെന്നും ഈ സാഹചര്യത്തിൽ ചീഫ് കമ്മീഷണറുടെ വിധി പ്രാധാന്യമർഹിക്കുന്നതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സുമൻ കുമാർ ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെതിരെ നൽകിയ പരാതിയെ തുടർന്നാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണർ രാകേഷ് അഗർവാൾ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ശ്രവണ സഹായികൾ രോഗിയുടെ കേൾവിക്കുറവിന് അനുസൃതമായി ക്രമീകരിക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള കേൾവി സഹായികൾ ഇത്തരം ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതു കാരണം ഓൺലൈൻ വഴി ലഭ്യമാകുന്ന ശ്രവണ സഹായികൾ ഉപയോഗിക്കുക വഴി രോഗികളുടെ അവശേഷിക്കുന്ന കേൾവിയെയും ദോഷകരമായി ബാധിക്കുന്നതായി കമ്മീഷണർക്ക് ബോധ്യപ്പെട്ടതായും ഭാരവാഹികൾ അറിയിച്ചു. പരസ്യങ്ങൾ കണ്ട് ഓൺലൈൻ വഴി നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങി വഞ്ചിക്കപ്പെട്ടവർ നിരവധിയാണെന്നും ഈ സാഹചര്യത്തിൽ ചീഫ് കമ്മീഷണറുടെ വിധി പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേൾവിക്കുറവുള്ള, കേൾവി വൈകല്യമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് കേൾവി സഹായികൾ എന്ന് പറയുന്നത്. അപ്പോൾ കേൾവി സഹായികളുടെ ഓൺലൈൻ വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഈ ഭിന്നശേഷിക്കാർക്കായുള്ള കമ്മീഷണറുടെ കോടതി ഇറക്കുകയുണ്ടായി. ഈ മാസം 12-ാം തീയതിയാണ് ഈ ഒരു ഓർഡർ നിലവിൽ വന്നത്. അതോടുകൂടി ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഓൺലൈൻ വഴിയുള്ള ഈ ഹിയറിംഗ് എയ്ഡുകളുടെ, കേൾവി സഹായികളുടെ വ്യാപാരം കോടതി തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ശാസ്ത്രീയ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത് ഓൺലൈൻ വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ ഈ കേൾവി സഹായികളുടെ ഉപയോഗക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്
ഈ കേൾവി സഹായികൾ കേൾവി കുറവിൻ്റെ തീവ്രതയും മറ്റ് ഘടകങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഈ കേൾവിക്കുറവുള്ള ആളുകൾക്ക് ഉപയോഗത്തിന് ലഭ്യമാക്കുന്നത്. ബി വരുൺ, ജിജുൽ വാസ്, രാഹുൽ എൻ, സിമി എം, സ്ലീബ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നേതൃപാടവം പ്രകടമാക്കിയ 6 പേർക്ക് ചെർക്കളം അബ്ദുള്ള മെമ്മോറിയൽ പ്രസ്റ്റീജിയസ് ലീഡർഷിപ്പ് അവാർഡുകൾ നൽകും. അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുക്കുവാനുള്ള ജൂറിയുടെ പ്രഖ്യാപനം സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ് നിർവഹിച്ചു. സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നേതൃപാടവം പ്രകടമാക്കിയ 6 പേർക്ക് ചെർക്കളം അബ്ദുള്ള മെമ്മോറിയൽ പ്രസ്റ്റീജിയസ് ലീഡർഷിപ്പ് അവാർഡുകൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെർക്കളം അബ്ദുള്ള അനുസ്മരണ സമ്മേളന പ്രതിനിധികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനും ചടങ്ങിൽ നടത്തി. സ്വാഗത സംഘം രക്ഷാധികാരി എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ, വൈസ് ചെയർമാൻമാരായ അസീസ് മരിക്കെ, ഖത്തർ അബ്ദുള്ള ഹാജി ഉദുമ, UK സൈഫുള്ള തങ്ങൾ, മൊയ്തീൻ കുഞ്ഞി, പ്രിയ, ജോയിന്റ് കൺവീനർമാരായ AK ആരിഫ്, അലി മാസ്റ്റർ, ചെർക്കളം അബ്ദുള്ള ഫൗണ്ടേഷൻ ചെയർമാനും ചെർക്കളം അബ്ദുള്ളയുടെ മകനുമായ നാസർ ചെർക്കളം, സെക്രട്ടറി ജനറൽ മുജീബ് തളങ്കര, ട്രഷറർ KBM ഷരീഫ്, വൈസ് ചെയർമാൻ B അഷ്റഫ്, സെക്രട്ടറിമാരായ അഷ്റഫ് നാൽത്തടുക്ക, സലീം സന്ദേശം ചൗക്കി, ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗവും ചെർക്കളത്തിന്റെ പേരക്കുട്ടിയുമായ നഫീസ ഷിസ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബോവിക്കാനം സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാഭാരതി മേഖലാ കലോത്സവവും സരസ്വതി വിദ്യാലയത്തിന്റെ 15ാം വാർഷികാഘോഷത്തിനും തുടക്കമായി. ശനിയാഴ്ച രാവിലെ കലോത്സവത്തിന്റെ ഉദ്ഘാടനം എടനീർ മഠം മേധാവി സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. ബോവിക്കാനം സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാഭാരതി മേഖലാ കലോത്സവവും സരസ്വതി വിദ്യാലയത്തിന്റെ 15ാം വാർഷിക ആഘോഷത്തിനും വർണ്ണാഭമായ തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ മുന്നോടിയായി വിദ്യാലയ സമിതി, മാതൃസമിതി, ക്ഷേമസമിതി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിദ്യാലയ സമിതി അധ്യക്ഷൻ മോഹനൻ B, വൈസ് പ്രസിഡന്റ് നാരായണൻ പാലത്തുടി, രമണൻ ചിപ്ലിക്കയ, സദാശിവൻ മാസ്റ്റർ, ശശി തേജസ് കോളനി, അനിൽ മുണ്ടക്കൈ, ബാലൻ മുണ്ടക്കൈ, ശാലിനി ബാലൻ, ചാത്തക്കുട്ടി മാസ്റ്റർ, നാരായണൻ മാസ്റ്റർ, സുരേഷ് കാനത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ കലോത്സവത്തിന്റെ ഉദ്ഘാടനം എടനീർ മഠം മേധാവി സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, ഒറ്റയാൾ നാടകം, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, മെഗാ ഷോ എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ പടിഞ്ഞാറ് മുഹിയുദ്ദീൻ ജമാഅത്ത് UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്പീഡ് വേ ഗ്രൂപ്പ് വിദ്യാഭ്യാസ അവാർഡും സ്വർണ്ണ മെഡൽ വിതരണവും ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദുമ പടിഞ്ഞാർ ജെംസ് ഓഡിറ്റോറിയത്തിലാണ് ശനിയാഴ്ച സ്പീഡ് വേ ഗ്രൂപ്പ് വിദ്യാഭ്യാസ അവാർഡും സ്വർണ്ണ മെഡൽ വിതരണവും സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 6:30 ഉദുമ പടിഞ്ഞാർ ഗാസി CA മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കമാകും. എൻ.എ. നെല്ലിക്കുന്ന് M.L.A അവാർഡ് ദാനം നടത്തും. വൈകിട്ട് 6:30 ഉദുമ പടിഞ്ഞാർ ഗാസി CA മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കമാകും. ഇമാം ബുസൂരി ഫൗണ്ടേഷൻ കണ്ണൂർ അവതരിപ്പിക്കുന്ന ഇശൽ നിലാവ്, മാപ്പിളപ്പാട്ടും, ദഫ്മുട്ട്, കോൽക്കളി, അർബനമുട്ട് തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉദുമ പടിഞ്ഞാർ മൊയ്യദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെയും UAE കമ്മിറ്റിയുടെയും സംയുക്തത്തിൽ സംഘടിപ്പിക്കുന്ന സ്പീഡ് വേ ഗ്രൂപ്പ് അവാർഡ് ദാനവും സ്വർണ്ണ മെഡൽ വിതരണവും 2023 ഡിസംബർ 23 ശനിയാഴ്ച വൈകുന്നേരം 4:30 ഉദുമ പടിഞ്ഞാർ ജംസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പഞ്ചായത്ത് തലത്തിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ജംസ് സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്കും അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ നിന്ന് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്വർണ്ണ മെഡൽ നൽകുന്നു. KK അബ്ദുള്ള ഹാജി ഖത്തർ, SV അബ്ബാസ്, KA ഷാഫി ഹാജി, അബ്ദുൾ റഹ്മാൻ, B അബ്ദുള്ള കുഞ്ഞി, അബ്ബാസ് രചന, മുസ്തഫ ജാവേദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മഞ്ചേശ്വരം കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ ലോക അറബിക് ഭാഷാ ദിനാഘോഷവും അറബ് നാഗരികത ആർട്ടിഫാക്റ്റ് എക്സിബിഷനും സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അബ്ദുൽ റഹ്മാൻ അരിമല പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്കാരം, ശാസ്ത്രം, സാഹിത്യം എന്നിവയിലൂടെയും മറ്റ് നിരവധി മേഖലകളിലൂടെയും ലോക ജനതയെ കൂട്ടിയിണക്കുന്നതിൽ അറബി ഭാഷ വഹിച്ച പങ്ക് ഓർമ്മിപ്പിക്കുകയെന്ന സന്ദേശമുയർത്തിയാണ് കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ ലോക അറബിക് ഭാഷാ ദിനവും അറബ് നാഗരികത ആർട്ടിഫാക്റ്റ് എക്സിബിഷനും സംഘടിപ്പിച്ചത്. വാസ്തുവിദ്യ, കവിത, തത്വചിന്ത, സംഗീതം, കാലിഗ്രഫി എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലും വാമൊഴിയായും വരമൊഴിയായും അറബി ഭാഷയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പരിപാടികളിലൂടെ പ്രദർശിപ്പിച്ചു. അറബ് നാഗരികതയുടെ എല്ലാ സാമഗ്രികളും പ്രദർശിപ്പിച്ച ആർട്ടിഫാക്റ്റ് എക്സിബിഷനിൽ വിദ്യാർത്ഥികൾ അറബ് നാഗരികതയുടെ എല്ലാ വശങ്ങളും സമഗ്രമായ വിവരങ്ങളോടെ കാഴ്ചക്കാർക്ക് വിശദീകരിച്ചു കൊടുത്തത് ശ്രദ്ധേയമായി. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഗഹ്വയും ഈത്തപ്പഴവും നൽകി അതിഥികളെ സ്വീകരിച്ചതും വേറിട്ട കാഴ്ചയായി. പ്രൗഢമായ ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അബ്ദുൽ റഹ്മാൻ അരിമല പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുഹൈബ് ഉസ്താദ് അറബിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. من أعماق قلبي في هذه الحفلة المباركة نحن نختبر باللغة العربية العالمية وكلنا مبسوطون وكلنا في حفلة في بهجة وسرور. സ്കൂൾ പ്രിൻസിപ്പൽ ആയിഷ സബീന കൈസീരൻ, അധ്യാപകരായ പർവീൻ, സുഹൈബ്, അസീം, ബിലാൽ, ജുനൈദ, മുർഷിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിധികർത്താക്കളായി മുഹമ്മദ് അലി സലഫി, സഹദ് മച്ചമ്പാടി, സുഹൈൽ അൽ ഹുസ്നി എന്നിവർ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജനകീയ സംഘാടക സമിതിയുടെ സഹകരണത്തോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന തൃക്കരിപ്പൂർ മഹോത്സവത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. ബാൻഡ് വാദ്യങ്ങളും ശിങ്കാരിമേളവും ഘോഷയാത്രയ്ക്ക് അഴകേകി. ബീരിച്ചേരിയിൽ നിന്നുമായിരുന്നു ഘോഷയാത്ര ആരംഭിച്ചത്. തങ്കയം മുക്കുചുറ്റി ഫെസ്റ്റ് നഗരിയിൽ സമാപിച്ചു. ബാൻഡ് വാദ്യങ്ങളും ശിങ്കാരിമേളവും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. ജനകീയ സംഘാടക സമിതിയുമായി സംഘടിപ്പിക്കുന്ന മഹോത്സവം സീസൺ 2 ഡിസംബർ 22 മുതൽ ജനുവരി 7 വരെ തൃക്കരിപ്പൂർ മഹോത്സവത്തിന്റെ പ്രകടനാർത്ഥമുള്ള വിളംബര ഘോഷയാത്ര ഈ വഴിമാറിയ ധന്യമാക്കി. സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതിനുൾപ്പെടെ ലക്ഷ്യമിട്ടാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഒരുക്കുന്നുണ്ട്. ജനുവരി 7-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മഞ്ചത്തടുക്ക മഖാം ഉറൂസിന് തുടക്കമായി. 10 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന്റെ ഭാഗമായി പ്രഭാഷണ പരിപാടിയിൽ പ്രമുഖ മതപണ്ഡിതന്മാർ സംബന്ധിക്കുമെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചത്തടുക്ക അസൈദ് ഹുസൈൻ മദനി എന്ന മഹാന്റെ പേരിൽ നടത്തിവരാറുള്ള ഉറൂസിന് തുടക്കമായി. വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം മഖാം സിയാറത്തോടു കൂടിയാണ് ഉറൂസ് പരിപാടികൾക്ക് തുടക്കമായത്. 10 ദിവസങ്ങളായി നടക്കുന്ന ഉറൂസിന്റെ ഭാഗമായി പ്രഭാഷണ പരിപാടിയിൽ പ്രമുഖ മതപണ്ഡിതന്മാർ സംബന്ധിക്കുമെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സയ്യിദ് മഹ്മൂദ് സഫ്വാൻ തങ്ങൾ ഏഴിമല, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ, സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ-അഹ്ദൽ തങ്ങൾ മുത്തന്നൂർ, സയ്യിദ് മുക്താർ തങ്ങൾ കുമ്പോൾ, സയ്യിദ് മുഹമ്മദ് മൗല ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് MSA പൂക്കോയ തങ്ങൾ മുട്ടത്തോടി ഉൾപ്പെടെയുള്ളവരാണ് പ്രഭാഷണം നടത്തുക. തുടർന്നുള്ള ദിവസങ്ങൾ സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴിമല,
സയ്യദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ, സയ്യദ് ഷിയാബുദ്ദീൻ അല്ലാദ് തങ്ങൾ മുത്തന്നൂർ, സയ്യദ് മുക്താർ തങ്ങൾ കുമ്പോൽ, സയ്യദ് മുഹമ്മദ് മൗല ജമലുല്ലി ലൈലി തങ്ങൾ, സയ്യദ് MS പൂക്കോയ തങ്ങൾ മുട്ടത്തോടി എന്നിവർ പ്രാർത്ഥന നടത്തും. ആ ഉറൂസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ ഉറൂസ് കമ്മിറ്റി രക്ഷാധികാരി ഷംസുദ്ദീൻ മദനി, വൈസ് ചെയർമാൻ ഖാലിദ് ഭാഷ, ജനറൽ കൺവീനർ മഹ്മൂദ് മഞ്ചത്തടുക്ക, ട്രഷറർ U സഅദ് ഹാജി, കൺവീനർ സക്കറിയ കുന്നിൽ, ഷാഫി ഗിദ്മത്ത്, ഇബ്രാഹിം പുളിക്കൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടുത്തതായി പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് പടന്ന മുണ്ട്യ ദേവസ്വം കളിയാട്ട മഹോത്സവ തിരുമുൽക്കാഴ്ചയിൽ ദഫ് മുട്ടും. മതമൈത്രിയുടെ മനോഹര കാഴ്ചയായി മാറിയ ഈ ദൃശ്യങ്ങളിലേക്ക്. പാണത്തൂർ പാറക്കടവ് കോളനിയിലെ 150ഓളം വരുന്ന SC ST കുടുംബങ്ങൾ യാത്രാ ദുരിതം പേറുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പാണത്തൂർ പാറക്കടവ് റാണിപുരം റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതാണ് യാത്രാ ദുരിതത്തിന് കാരണം. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയാണ് പാണത്തൂർ പാറക്കടവ് റാണിപുരം റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. നിലവിൽ 5 കിലോമീറ്റർ റോഡിൽ വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് മെക്കാഡം ടാറിംഗ് ചെയ്തിട്ടുള്ളത്. 1.25 കിലോമീറ്റർ സാധാരണ ടാറിംഗ് പ്രവൃത്തിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡ് നിർമ്മാണ പ്രവൃത്തി നിലച്ചിട്ട് വർഷങ്ങളോളമായി. പ്രദേശത്തെ 150ഓളം വരുന്ന SC ST കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കാണുന്ന റോഡ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസവും ഇതുവഴി യാത്ര ചെയ്യുന്നത്. വിദ്യാവാഹിനി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വാഹനങ്ങൾ വരാൻ മടി കാണിക്കുന്നതിനാൽ ഏറെ ദൂരം നടന്ന് സ്കൂളിലേക്ക് എത്തേണ്ട സ്ഥിതിയാണുള്ളത്. രോഗികളായവരെയും കൊണ്ട് ആശുപത്രിയിലെത്താനും ഏറെ പ്രയാസമാണ്. റോഡ് ഗതാഗതയോഗ്യമല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഇതുവഴി വരാറില്ല. ഇവിടുത്തെ നാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ യാത്രാ ദുരിതമാണ്. ഇത് വാണത്തൂരിൽ നിന്ന് ചെമ്പേരി വന്ന് ചെമ്പേരി നിന്ന് റാണിപുരം പാറക്കടവ് കോളനി റാണിപുരം PW റോഡാണ്. ഇതിൽ 4 കിലോമീറ്റർ 940 മീറ്റർ PW ഏറ്റെടുത്തിരിക്കുന്ന റോഡാണ്. അതിൽ 1.5 കിലോമീറ്റർ മെക്കാഡം ടാറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1.25 കിലോമീറ്റർ സാധാരണ ടാറിങ്ങും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മുകളിലേക്കുള്ള ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. ഇവിടെ പിന്നെ ഈ റോഡ് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയുടെ പ്രപ്പോസൽ പ്രഭാകരൻ കമ്മീഷൻ ആ പ്രോജക്റ്റിൽ അനുവദിച്ച് കിടക്കുന്നതാണ്. പക്ഷേ ഇതിന് പുറകെ പോകാനോ ഈ റോഡിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ജനപ്രതിനിധികളോ അതുപോലെ ബന്ധപ്പെട്ട അധികാരികളാരും ശ്രദ്ധിക്കുന്നില്ല. ഈ മേഖലയിൽ പിന്നെ SC ST 2-3 കോളനികളുണ്ട്. അതുപോലെ തന്നെ
പിന്നെ മറ്റേ റാണിപുരം ടൂറിസവുമായി ബന്ധപ്പെട്ട റാണിപുരത്തേക്ക് പോകേണ്ട കൊടുക്കുന്നൊക്കെ വരുന്നവർക്ക് സുഗമമായി പോകാൻ പറ്റുന്ന വഴിയാണ് ഈ പാറക്കടവ് ചെമ്പേരി കൊച്ചി റാണിപുരം റോഡ്. കുടക് ഭാഗത്ത് നിന്ന് റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുന്നവർ എളുപ്പമെത്താൻ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി നൽകിയതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല. അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് റോഡിലെ കുഴികൾ അടച്ചിരുന്നു. നവകേരള സദസ്സിൽ പനത്തടി പഞ്ചായത്ത് അധികൃതർ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇന്ന് ഈ കുടുംബങ്ങൾക്കുള്ളത്. കുട്ടികളടക്കമുള്ളവർക്ക് സുഗമമായി കാൽനടയാത്ര നടത്താനും വാഹനങ്ങൾക്ക് അപകടത്തിൽപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയും വിധം റോഡിനെ ഗതാഗതയോഗ്യമാക്കി തരണമെന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു പുരോഗതി ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എന്നാ കാര്യമുള്ള ആന ഇവിടം വരെ ഇറങ്ങി വന്നു. അപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവനും എന്ത് വിലയാണ് കൊടുക്കുന്നത് സർക്കാർ. അപ്പം ഈ റോഡ് എന്തായാലും ഞങ്ങൾക്ക് ടാറിങ് ഇട്ട് കിട്ടണം. ഇല്ലെങ്കിൽ ഇനി തൊട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ടാണെങ്കിൽ ഞങ്ങൾ സമരത്തിന് ഇരിക്കും, അത് ഉറപ്പാണ്. 40 വർഷമായി ഞാനിവിടെ വന്നിട്ട്, ഞങ്ങളിവിടെ താമസത്തിന് ഈ സ്ഥലത്തെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ റോഡിന് ഒരു പണിയും ചെയ്തിട്ടില്ല. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളി മഖാമുറൂസിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന കൊവ്വൽപ്പള്ളി മഖാമുറൂസിന് തുടക്കമായി. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഇടമായ ഇവിടെ പരമ്പരാഗത രീതിയിൽ ഓലപ്പന്തലാണ് ഉറൂസിന് ഒരുക്കിയത്. മഞ്ഞൂട്ട് ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് മെടഞ്ഞു നൽകിയ ഓല കൊണ്ടാണ് ഉറൂസിന് ഓലപ്പന്തൽ ഒരുക്കിയത്. ആദ്യകാലങ്ങളിൽ ഉറൂസ് നടന്നിരുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ചരിത്രപ്രസിദ്ധമായ കൊവ്വൽപ്പള്ളി മഖാമുറൂസ്. മർഹൂം ടി അബൂബക്കർ മുസ്ലിയാർ നഗറിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ആരോഗ്യ രംഗത്തും അതേപോലെ തന്നെയായിരിക്കും, എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെയാണ്. അത് എന്ത് തന്നെയാലും നമ്മൾ എല്ലാവരും സഹകരിച്ചാൽ എല്ലാം നല്ലപോലെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും എല്ലാവരെയും വളർച്ചയിലും സന്തോഷിക്കേണ്ടതാണ്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അതിൽ നമ്മളാരും ഒന്നും തെറ്റ് ചെയ്തുകൊണ്ടല്ല. പിന്നെ ചിലവരടുത്തുനിന്ന് ദൈവം കൊടുത്ത സംഭവം നശിച്ചു പോകുന്നതെന്ന് വെച്ചാൽ അവരവരെ അഹങ്കാരം കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതുണ്ടല്ലോ, അസൂയയിൽ കൂടി ജീവിക്കുന്നുണ്ട്. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുത്തലിബ് ഹാജി കൂടിയങ്കാൽ അധ്യക്ഷനായി. ജമാഅത്ത് ജനറൽ സെക്രട്ടറി എം.എ. ഷഫീഖ് സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി രമേശൻ, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, മലബാർ വാർത്ത പത്രാധിപർ ബഷീർ ആറങ്ങാടി എന്നിവർ പ്രഭാഷണം നടത്തി. മഞ്ഞോട്ട് ദേവാലയം പ്രസിഡന്റ് M. സുധീന്ദ്രൻ, വിവിധ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ E.K. അബ്ദുൾ റഹ്മാൻ, M. റഷീദ് എന്നിവർ സംസാരിച്ചു. ഉറൂസ് കമ്മിറ്റി കൺവീനർ അബ്ദുള്ള ഹിമമി കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ധീരജവാൻ നിതിൻ നാരായണന്റെ സ്മരണ പുതുക്കി മടിയൻ ഗ്രാമം. അമ്പലത്തറ കുമ്പളയിലെ സ്മൃതി മണ്ഡപത്തിലും പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. രാഷ്ട്ര സേവനത്തിനിടെ വീരമൃത്യു വരിച്ച നിതിൻ നാരായണൻ എന്ന ലാലുവിന്റെ 4ാം ഓർമ്മദിനത്തിൽ മടിയനിലും അമ്പലത്തറ കുമ്പളയിലും പുഷ്പാർച്ചനയും പ്രാർത്ഥനയും ഓർമ്മ പുതുക്കലും നടന്നു. മടിയൻകുലം ക്ഷേത്ര പരിസരത്ത് പ്രത്യേകമായി നിർമ്മിച്ച സ്മൃതി മണ്ഡപത്തിൽ ലാലുവിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പിതാവ് P. നാരായണൻ വിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. മടിയനിലെ ലാലുവിന്റെ കൂട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. അമ്പലത്തറ കുമ്പളയിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിലും ഓർമ്മ പുതുക്കലിലും പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, സൈനിക ഉദ്യോഗസ്ഥർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്നതോടെ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി കർണാടക. ദക്ഷിണ കന്നഡയിൽ മാത്രം 5ഇടങ്ങളിൽ പരിശോധനാ കേന്ദ്രങ്ങൾ. കാസർഗോഡ് മയിലാട്ടിയിൽ KSRTC ബസ് സ്കൂൾ ബസ്സിലിടിച്ചു. അപകടമുണ്ടായത് സ്വകാര്യ ബസ്സുമായുള്ള മത്സരയോട്ടത്തിനിടെ.
കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. 6 പേർക്ക് ചെർക്കളം അബ്ദുള്ള മെമ്മോറിയൽ പ്രസ്റ്റീജിയസ് ലീഡർഷിപ്പ് അവാർഡുകൾ നൽകും. പരിഗണിക്കുക സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നേതൃപാടവം പ്രകടമാക്കിയവരെ. ചുവട് വെച്ച് ആടിപ്പാടി ക്രിസ്മസ് പാപ്പാമാർ. ആഘോഷമായി കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിന്റെ ക്രിസ്തുമസ് സന്ദേശയാത്ര. പാണത്തൂർ പാറക്കടവ് റാണിപുരം റോഡ് നിർമ്മാണം വൈകുന്നു. യാത്രാ ദുരിതം പേറി പാറക്കടവ് കോളനിയിലെ 150ഓളം വരുന്ന SC/ST കുടുംബങ്ങൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.